ഗവർണറുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ കലാലയങ്ങളിൽ ഇന്ന് വിഭജന ഭീതി ദിനമായി ആചരിക്കാനുള്ള നീക്കത്തെ പ്രതിരോധിക്കാൻ SFIയും KSUവും കേരള, കണ്ണൂർ സാങ്കേതിക സർവകലാശാലകൾ, അഫിലിയേറ്റഡ് കോളേജുകൾ എന്നിവിടങ്ങളിൽ ദിനാചരണം നടത്തണം എന്ന് സർക്കുലർ പുറത്തിറങ്ങിയിരുന്നു. രാഹുൽ ചേരുന്നുണ്ട് വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് അങ്ങനെ ഒരു ദിനം ആചരിക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് ഈ സർവകലാശാലകളിലും അതുപോലെ തന്നെ കലാലയങ്ങളിലും ഇത്തരത്തിൽ ഒരു പരിപാടികളൊക്കെ സംഘടിപ്പിച്ചാൽ അതിനെ കർശനമായി എതിർക്കുമെന്നാണ് KSUവും SFIയും പറഞ്ഞിട്ടുള്ളതും. അത്തരത്തിൽ എന്തെങ്കിലും പ്രക്ഷോഭങ്ങൾക്ക് ഇന്ന് സാധ്യതയുണ്ടോ? എവിടെയെങ്കിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നതായി വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള കാര്യങ്ങൾ അത് ഉടനെ എങ്ങും നേരെ പോകില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. കാരണം ഈ പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വന്നപ്പോൾ രമ്യതയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പ്രതീക്ഷ പങ്കുവെച്ചെങ്കിലും പിന്നീട് ഭാരതാംബ വിഷയം വരുന്നു. ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സർക്കുലർ വരുന്നത്. അത് RSS ആശയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിമർശകർ ഉന്നയിക്കുന്നത്. ഒപ്പം സർവകലാശാലയെ കായ്വൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഓഗസ്റ്റ് 14 ഇത്തരത്തിൽ ആചരിക്കണമെന്ന് ആദ്യം പറഞ്ഞത് നരേന്ദ്രമോദിയാണ്. 2021 അപ്പോൾ ഈ വിഷയം വന്ന ഘട്ടത്തിൽ തന്നെ വലിയ എതിർപ്പുകൾ SFIയും KSUവും ഉന്നയിച്ചിരുന്നു. ഇന്ന് ഏതെങ്കിലും കോളേജുകളിൽ ഏതെങ്കിലും സർവകലാശാലയുടെ ഭാഗമായി ഈ പരിപാടി സംഘടിപ്പിച്ചാൽ അതിനെതിരെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഒരിടത്തും ഇത്തരത്തിലൊരു പരിപാടിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഉത്തരവ് ഇറങ്ങിയത്. അതായത് കേരളത്തിലെ സർവകലാശാലകളിൽ ഇത്തരത്തിൽ ഓഗസ്റ്റ് 14 ഈ വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ, വിഭജന ഭീകരത ദിനമായി ആചരിക്കാൻ കഴിയില്ല. അങ്ങനെ കേരളത്തിൽ എന്തായാലും അത്തരത്തിലൊരു ആചരണം നടക്കില്ല എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെ അതിനെ രാഷ്ട്രീയമായി വിമർശിക്കുകയും ചെയ്തു. അതുകൊണ്ട് അത്തരത്തിൽ രണ്ട് ഉത്തരവുകൾ നിലനിൽക്കുന്നത് കൊണ്ട് ഒരു ആശയക്കുഴപ്പം VCമാർക്കുൾപ്പെടെയുള്ളവർക്കുണ്ട്, ഇത് നടപ്പിലാക്കേണ്ട ആളുകൾക്കുമുണ്ട്. എങ്കിൽ പോലും ഇത് രാഷ്ട്രീയമായൊരു നിലപാടായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ രാഷ്ട്രീയമായി ഈ പരിപാടി നടത്തിയേക്കാം എന്ന് ABVP പ്രബലമായി നിൽക്കുന്ന കോളേജുകളിലോ അല്ലെങ്കിൽ BJP അനുകൂല അംഗങ്ങളുള്ള മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കോളേജുകളിലോ ഇത് നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ ഇതുവരെ ഒരിടത്തും ഇത്തരത്തിലുള്ള ഒരു ദിനാചരണം തുടങ്ങിയിട്ടില്ല. എന്നാൽ തുടങ്ങാതിരിക്കാനുള്ള സാധ്യതയുമില്ല. എന്തായാലും പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗവർണറും സർക്കാരും പോരടിക്കുന്നത് നിലവിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിലാണ്. ശരി, രാഹുൽ ജി നാഥാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.